ഓണത്തിന് തൊഴിലുറപ്പുകാർ പട്ടിണിയിൽ. ഇതെന്തൊരു നാടാണ്! എല്ലാവരും ബോണസ് മേടിക്കും. നല്ല ശമ്പളമുണ്ട് ഉദ്യോഗസ്ഥർക്ക്. ശമ്പള പരിഷ്കരണമൊക്കെ വന്നതിന് ശേഷം നല്ല ശമ്പളമുണ്ട്. പ്രത്യേകിച്ച് മിഷനിലിരിക്കുന്നവർക്കും ജില്ലാ മിഷനിലും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ നല്ല കാശുണ്ട്, നല്ല ശമ്പളമുണ്ടെന്നേ. സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ നല്ല ശമ്പളമുണ്ട്. താഴെ നാമമാത്രമായ തുകയ്ക്ക് ജോലി ചെയ്യുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും മേറ്റുമാർക്കുമാണ് കാശില്ലാത്തത്. പിന്നെ എഞ്ചിനീയർമാരടക്കമുള്ള സൂപ്പർവൈസർ അടക്കമുള്ള പഞ്ചായത്തിലെ സംവിധാനത്തിനും ജോലി കിട്ടും. ആകപ്പാടെ ജോലി കിട്ടാത്തത്, ശമ്പളം കിട്ടാത്തത്, അല്ലെങ്കിൽ കൂലി കിട്ടാത്തത്, ഓണറേറിയം കിട്ടാത്തത് സാധാരണ വീട്ടമ്മമാർക്കാണ്, മേറ്റുമാർക്കാണ്. ഇതെന്തു നിയമമാണ്? ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പഞ്ചായത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് പരാതി പറഞ്ഞു. പരാതിയല്ല, അവരുടെ പരിഭവങ്ങൾ പറഞ്ഞു. അങ്ങനെ അവിടെ പാങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ മേറ്റുമാരെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി പറഞ്ഞിരിക്കുകയാണ് ജോലി നിർത്തിവെക്കാൻ. ഇനി ജോലിയില്ല. ഓണമാസമാണ് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കൂ, കർക്കിടകം കഴിഞ്ഞാൽ ഉടൻ ഓണമാണ് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ തന്നെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട്, അതിൻ്റെ അധികാരികളുമായിട്ട്, ഞാൻ വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ ഒരുപാട് തലത്തിൽ, അത് പാങ്ങോടെന്നല്ല പല സ്ഥലങ്ങളിൽ ഞാൻ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ മറ്റു പല പഞ്ചായത്തുകളിലും ഇത് മനോഹരമായ രീതിയിൽ നിർത്തിവെച്ചിരിക്കുന്നു. കാരണം തിരുവനന്തപുരം മിഷൻ ഓഫീസിൽ നിന്നൊരു ഓർഡർ പോയെന്നാണ് പറയുന്നത്. ജില്ലാ മിഷൻ ഓഫീസ്, സംസ്ഥാന ഓഫീസിൽ നിന്നും ജില്ലാ മിഷൻ ഓഫീസിൽ നിന്നും ഓർഡർ പോയി. 30% കൂടുതൽ NRM വർക്കുകൾ NRM എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മണ്ണ്, ജല, ജൈവ സംരക്ഷണ, പ്രകൃതി വിഭവ പരിപാലനം പരിപാടികൾ 30% കൂടിയിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി ജോലി നിർത്തിവെക്കണം. ഇതെന്തൊരു പ്ലാൻ ഉണ്ടാക്കലാണ്! ഈ ഓർഡർ പോകേണ്ടത് ആദ്യമല്ലേ? വർഷാദ്യം ഈ ഓർഡർ പോവുകയും 30% വരെ വർക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂവെന്നും 30%-ത്തിലുള്ള വർക്കിലേക്ക് ഒരു 10-20% ആയാൽ ഇടയ്ക്കിടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിവെച്ച് ഓണമാസത്തിന് തൊട്ടു മുമ്പേ ജോലി കൊടുക്കണമെന്നും, അങ്ങനെ ഓണമാസം പഞ്ഞമാസമായി പോകരുതെന്നും, കാണാൻ വിറ്റും ഓണം ഉണ്ണണമെന്ന് പറയുന്ന മലയാളി ഈ പറയുന്ന ഓഫീസർമാരെല്ലാം നല്ലതുപോലെ സദ്യ ഉണ്ണുമല്ലോ. ഓഫീസുകളിൽ നല്ല അടിപൊളിയായിട്ട് സദ്യ ഉണ്ണുമല്ലോ, ഫോട്ടോ എടുക്കുമല്ലോ, റീൽസ് ഇടുമല്ലോ, നല്ല മുണ്ടെടുത്തോണ്ട് പോകുമല്ലോ. നല്ല പാൻറ്റൊക്കെ മാറ്റി നല്ല അടിപൊളി നേരിയത് മുണ്ട് കൊടുത്ത്, നേരിയത് ജുബ്ബ ഷർട്ടും ഒക്കെ ഇട്ട്, അല്ലെങ്കിൽ നേരിയ ഷർട്ടും ഒക്കെ ഇട്ട് ഓഫീസുകളിൽ, ഏതൊക്കെ ഓഫീസുകളിൽ ഈ ചേട്ടന്മാർക്കെല്ലാം സംവിധാനമുണ്ട് അവിടെ എല്ലാം പോയി ഓണാഘോഷം നടത്തുമല്ലോ. മിക്കവാറും തിരുവനന്തപുരം ജില്ലയിലാണ് ഈ ഓർഡർ പോയതെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാവരും ഓണാഘോഷം കാണാൻ വന്ന് നിൽക്കുമല്ലോ. അപ്പോൾ നമ്മളെ പാവപ്പെട്ട പെണ്ണുങ്ങളെ, സ്ത്രീകളെ, വനിതകളെ പട്ടിണിയാവുമെന്നേ, അമ്മമാർ പട്ടിണിയാവുമെന്നേ ഒരു ഓർഡർ ഇറക്കി വെച്ചിരിക്കുകയാണ്. എന്തോ ഓർഡറാണ് ഇത്! നേരത്തെ ഇറക്കണം, അല്ലെങ്കിൽ പറയണം, ആ ഓർഡറിൽ പറയണം 30% NRM വർക്കുകൾ നടന്ന സ്ഥലങ്ങളിൽ ബാക്കി 70%-ത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ തൊഴിൽ ആർക്ക് കൊടുക്കണം, ഈ ഓണത്തിന് കൊടുക്കണം. ഒരു കാരണവശാലും ഓണത്തിന് പട്ടിണിയായി പോകരുത്. പച്ചക്കറി വാങ്ങാൻ, ഡ്രസ്സ് വാങ്ങാൻ വർഷത്തിൽ ഒരു പ്രാവശ്യം മാവേലി വരുന്നു എന്ന വിശ്വാസത്തിൽ ഒരു പ്രാവശ്യം പായസം വയ്ക്കാൻ, കുടുംബക്കളെ കാണാൻ, സുഹൃത്തുക്കളെ കാണാൻ, മക്കൾക്കും കൊച്ചുമക്കൾക്കും ചെറിയ ദക്ഷിണ കൊടുക്കാൻ, കാണിക്ക കൊടുക്കാൻ, ചെറിയ പോക്കറ്റ് മണി കൊടുക്കാനൊക്കെ കിട്ടുന്ന പൈസ, അല്ലെങ്കിൽ അത്യാവശ്യം അമ്പലത്തിൽ പോകാൻ, അല്ലെങ്കിൽ പള്ളിയിൽ പോകാൻ, ക്ഷേത്രത്തിൽ പോകാൻ, ചെറിയൊരു ടൂർ പോകാൻ, ഒരു നല്ല വസ്ത്രമെടുക്കാൻ, നേരിതെടുക്കാൻ, മുണ്ടെടുക്കാൻ, സാരി എടുക്കാൻ, ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ കിട്ടുന്ന പണമാണ് ഓണത്തിൻ്റെ പണം. അതവർക്ക് കൊടുക്കണ്ടേ? അവർക്ക് തൊഴിൽ കിട്ടണ്ടേ? ആ തൊഴിൽ കിട്ടാനുള്ള 30% തൊഴിൽ NRMൻ്റെ സാങ്കേതികത്വങ്ങൾ പിടിക്കുന്നത്, ഓഫീസർമാർ പിടിക്കുന്നത് കൊള്ളാം. നിങ്ങൾ വർഷാദ്യം നിങ്ങൾ ഈ പ്ലാൻ ഉണ്ടാക്കൂ, ഒരു കലണ്ടർ ഉണ്ടാക്കൂ. വർഷത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ കലണ്ടർ ഉണ്ടാക്കിയിട്ട് ഓരോ മാസത്തിനും കലണ്ടർ ഉണ്ടാക്കി ചിങ്ങമാസത്തിന് തൊട്ട് മുമ്പ് വരുന്ന കർക്കിടകവും മിഥുനം, കർക്കിടക മാസങ്ങളിൽ തൊഴിൽ കൊടുക്കണമെന്നേ ആളുകൾക്ക്. തൊഴിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചിങ്ങമാസത്തിൽ അവരുടെ കയ്യിൽ പണം കാണും. അത് നിങ്ങൾ NRMൻ്റെ 30% നിങ്ങൾ പറയുന്നതെങ്കിൽ ബാക്കി 70% ഉണ്ടല്ലോ. ഞാൻ ഇന്നലെ കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിൽ പോയി, നിരവധി പഞ്ചായത്തുകളിൽ പണി നടക്കുന്നുണ്ട്. ഈ NRM വർക്ക് തന്നെ ഒരുപാട് നടക്കുന്നു. അപ്പോൾ ഇത് ചിലപ്പോൾ 30%-നകത്ത് താഴെ അത്രയും വന്ന് കാണത്തില്ല. എന്തായാലും പാങ്ങോട് പഞ്ചായത്തടക്കം, തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പഞ്ചായത്തിലടക്കമുള്ള ആളുകൾ പട്ടിണിയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ വളരെ രസകരമാണ്. സർക്കാർ ഉദ്യോഗസ്ഥന് ഓർഡർ ഇറക്കുന്നതിന് വല്ല പഞ്ഞുണ്ടോ? അവന് വല്ല മനുഷ്യത്വം ഉണ്ടോ? അവർക്ക് അങ്ങനെ ഇറക്കുന്നവർക്ക് അവരവിടെ ഇരുന്ന് അവർക്ക് തോന്നുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഓർഡറുകൾ താഴെ ഇറക്കും. ഈ തൊഴിലുറപ്പിൻ്റെ ഓർഡറുകളെ കുറിച്ച് പറഞ്ഞാൽ ജഗപൊകയാണ്. അവർ ഓർഡർ ഇറക്കും, പിൻവലിക്കും. കാരണം ഇതിരുന്ന് ഹോംവർക്ക് ചെയ്യാൻ ആളുകളൊന്നും അവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. നേരത്തെ കോൺട്രാക്ട് വർക്ക് അല്ലെങ്കിൽ മെറ്റീരിയൽ കളക്ഷനൊക്കെ പഞ്ചായത്തിൽ വാങ്ങിച്ചിരുന്നത് ബ്ലോക്കിൽ വാങ്ങാൻ പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ കൊടുത്താണ് പരിശീലനങ്ങൾ നടത്തിയത്. പരിശീലനം കഴിഞ്ഞപ്പോഴാണ് അവന് ഉൾവിളി ഉണ്ടായതുപോലെ ഒരു ഉൾവിളി ഉണ്ടായി. ആ ഓർഡർ വേണ്ട, ഉടനെ ഓർഡർ മാറ്റുന്നു. സെൻട്രലൈസ്ഡ് പ്രൊക്യൂർമെൻറ്റ് വേണ്ട, അതാത് പഞ്ചായത്തിൽ നേരത്തെ അങ്ങനെയല്ലേ ഇരുന്നത്. അപ്പോൾ ഓർഡർ ഇറക്കുന്നവർക്കും ഒരു ധാരണയില്ല, ഇത് ഡ്രാഫ്റ്റ് ചെയ്യുന്നവർക്കും ധാരണയില്ല,
ഒപ്പിടുന്ന ചേട്ടന്മാർക്കും ധാരണയില്ല എന്തൊരു നാടാണിത്. ചങ്കരം പിന്നെയും തെങ്ങേ തന്നെ. പാലത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മളെ തൊഴിലുറപ്പ് പാവപ്പെട്ട അമ്മമാർ സഹോദരിമാർ ഓണമാസത്തിന് പട്ടിണിയിലേക്ക് പോവുകയാണ്. വളരെ കഷ്ടമാണ്. അടിയന്തരമായി ഇനിയും സമയമുണ്ട് ഓണം വരാൻ. അടിയന്തരമായി ആ ഓർഡർ പിൻവലിക്കണം, അല്ലെങ്കിൽ അതിന് അമെൻമെൻ്റ് ഇറക്കണം. 30% NRM വർക്ക് നടന്നുപോയ സ്ഥലങ്ങളിൽ ഇനി ബാക്കി 70% ഉൾപ്പെടുത്തി ഓണമാസത്തിന് തൊഴിലാളികൾക്ക് പണി കൊടുക്കണം നിർബന്ധമായും. അതിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഇളവ് ഉത്തരവ് വേണമെങ്കിൽ അത് എഴുതി വാങ്ങണം. ഡൽഹിയിൽ അതിനുവേണ്ടി പോകണം. നമ്മുടെ MP-മാർ 19 നമുക്കുണ്ട്. പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള BJP പ്രസിഡന്റ് ഉണ്ട് ഇവിടെ. പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും പ്രധാനപ്പെട്ട ആളുകളെ നേരിട്ട് കാണാൻ പോയിരുന്ന മന്ത്രിമാരെയൊക്കെ നേരിട്ട് പോയി കാണാൻ പറ്റുന്ന രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് ഇവിടെ. അപ്പോൾ ആരുടെ സേവനം എടുത്തിട്ടായാലും കുഴപ്പമില്ല. അതിൽ ജാതിയും മതവും പിന്നെ രാഷ്ട്രീയവും ഒന്നും കളിക്കരുത്. നമ്മുടെ തമിഴ്നാടിനെ കണ്ടുപഠിക്കണം. തമിഴ്നാട് എന്തെല്ലാം എതിർപ്പുകൾ സ്റ്റാലിൻ മോഡിക്കെതിരെ പറഞ്ഞാലും അവസാനം ഇതുപോലത്തെ കാര്യങ്ങളിൽ പോയി പിടിച്ചു വാങ്ങാൻ എല്ലാവരും കൂടെ പോകും. ആ വികാരത്തിൽ നിൽക്കണം. എന്തായാലും ഓണത്തിന് ആരും പട്ടിണി കിടക്കാൻ പാടില്ല. പാങ്ങോട് പഞ്ചായത്തിലായാലും അതുപോലെ കേരളത്തിൽ എവിടെയായാലും ഓണത്തിന് ഇതുണ്ടാവട്ടെ. അപ്പോൾ ഞാൻ വിളിച്ച് വിവരമെടുത്ത ഓഫീസർമാരോടും ആളുകളോടും ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പഞ്ചായത്തിൽ ഈ 30% പുറമെ 70% ഉൾപ്പെടുത്തി ജോലി കൊടുക്കാണ്ട് പ്രൊവിഷൻ നിങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടെ അത് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പഞ്ചായത്തിലിരിക്കുന്നവരെയോ താഴെ ഇരിക്കുന്നവരെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മുകളിൽ തലയിലാണ്. ഈ തലയ്ക്ക് ഓളമില്ലാത്തവർ തലപ്പത്തിരിക്കുമ്പോൾ ഇങ്ങനെ തലയ്ക്ക് ഓളമില്ലാത്ത ഒരുപാട് ഉത്തരവുകൾ വരും. ആ ഉത്തരവുകൾ ഒന്നൊന്നായി പിൻവലിക്കേണ്ടി വരും. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? നാട്ടിൽ കഷ്ടമാണ്, സങ്കടമാണ്, പറഞ്ഞു പോകുന്നതാണ്. ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ അമ്മമാരുടെ സഹോദരിമാരുടെ കണ്ണുനീര് കാണുമ്പോൾ അറിയാണ്ട് പറഞ്ഞു പോകുന്നതാണ്. പറഞ്ഞു പോകുമ്പോൾ ഒരു പൊരുത്തക്കേടും ഒരു പരിഭവവും കാണിക്കരുതേ, അറിയാതെ വന്നു പോകുന്നതാണ്. ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങളോട്, ദരിദ്ര ജനവിഭാഗങ്ങളോട്, അശരണരായവരോട്, നിരാലംബരായ സ്ത്രീകളോട്, പാവപ്പെട്ട സ്ത്രീകളോട് അറിയാതൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പോകുന്നതാണ്. അല്ലാതെ മുകൾ തട്ടുകളിലേക്കിരിക്കുന്ന ഒരു മേധാവികളോടും ഒരു ഉദ്യോഗസ്ഥരോടും ഒരു വ്യത്യാസവുമില്ല, ഒരു വ്യക്തിപരമായ വൈരാഗ്യവുമില്ല. ഈ നാട്ടിലെ നിരാലംബർക്ക് വേണ്ടി ആരെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് പറയുന്നത്. പാങ്ങോട് പഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും അടിയന്തരമായി പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും ബന്ധപ്പെട്ട എല്ലാവരും ഇത് ആലോചിക്കണം. നിങ്ങൾ അടിയന്തരമായി കമ്മിറ്റി കൂടണം. നിങ്ങൾ അടിയന്തരമായി മേറ്റുമാരുടെ കമ്മിറ്റി കൂടിയിട്ട് ഈ 30% ഓർഡർ മാറ്റാൻ പ്രൊവിഷൻ ഉണ്ടോ നോക്കുക. അത് കേരളത്തിൽ നിന്നോ കേന്ദ്രത്തിൽ നിന്നോ എവിടെ നിന്നാണ് മാറ്റാൻ പ്രൊവിഷൻ, അതിൻ്റെ പണി നടക്കട്ടെ. അല്ല അതിന് പറ്റിയില്ലെങ്കിൽ 70% ഉൾപ്പെടുത്തി നിങ്ങൾ ആളുകൾക്ക് ജോലി കൊടുക്കണം. എങ്ങനെയായാലും ഓണത്തിന് ഒരു അമ്മമാരും ഒരു സഹോദരിമാരും പട്ടിണി, ഒരു സഹോദരനും തൊഴിലുറപ്പ് ചെയ്യുന്നവർ പട്ടിണി കിടക്കാൻ പാടില്ല. അവരും കൂടി ചേരുന്നതാണ് ഓണം എന്ന് നമ്മുടെ സാറന്മാർ ഓണമുണ്ണുമ്പോൾ, സദ്യ ഉണ്ണുമ്പോൾ അവർ കുറേ അമ്മമാർ സഹോദരിമാർ പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള ധാർമ്മിക ബാധ്യത ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളും ഓണത്തിന് ബോണസ് വാങ്ങരുത്, അലവൻസ് വാങ്ങരുത്, ശമ്പളം വാങ്ങരുത്, നിങ്ങളും ഓണസദ്യ ഉണ്ണരുത്.